ഇവിടെ നേരത്തെ ഇന്നലെ നദാൻസിലെ ആണവ കേന്ദ്രത്തിൽ US ആക്രമിച്ചെന്ന് ഇറാൻ ആരോപിച്ചിരുന്നു. അതിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുമുണ്ട്. സുഹൈൽ മുഹമ്മദ് തുടരുന്നുണ്ട്. സുഹൈൽ, അവിടെ ആണവ വികിരണത്തിനുള്ള സാധ്യതയുണ്ട് എന്ന് IAEAയുടെ അവിടുത്തെ അംബാസഡർ പറയുകയും എന്നാൽ റാഫേൽ ഗ്രോസി അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് പറയുകയൊക്കെ ചെയ്തതാണ് ഇന്നലെ. ഈ ഉപഗ്രഹ ചിത്രങ്ങളിൽ വ്യക്തമാവുന്നത് എന്താണ്? ആണവ വികിരണത്തിൻ്റെ ഏതെങ്കിലും പോസിബിലിറ്റി അവിടെയുണ്ടോ സുഹൈൽ? നിലവിൽ ആണവ വികിരണത്തിന്റെ പോസിബിലിറ്റി ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഇന്നലെ നദാൻസ് ആണവ കേന്ദ്രത്തിന് നേരെ ആക്രമണം ഉണ്ടായി എന്ന് ഇറാൻ സ്ഥിരീകരിച്ചിരുന്നു. ഇറാന്റെ ഈ പറയുന്ന പോലെ തന്നെ UN വാച്ച് ഡോഗ് ആണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. അതിന്റെ ഇറാൻ അംബാസഡർ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പക്ഷേ ആണവ നിലയത്തിന്റെ ആക്രമണം ഉണ്ടായെന്ന കാര്യത്തിൽ ഇസ്രയേലോ അമേരിക്കയോ യാതൊരുവിധ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. അതിനിടെയാണ് നദാൻസിലുണ്ടായ ഈ ആണവ കേന്ദ്രത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിന്റെ എന്ന് പറയുന്ന സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ഇപ്പോൾ ഇറാൻ പുറത്തുവിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നദാൻസിൽ മാത്രമല്ല, നമ്മൾക്കറിയുന്ന പോലെ ഇസ്ഫഹാനും ഷിറാസും അടക്കമുള്ള ഇടങ്ങളിൽ ആണവ കേന്ദ്രങ്ങൾ കൂടി ആക്രമണം ഉണ്ടായി ഇറാൻ പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ ഫോർദോ ആണവ നിലയവുമായി ബന്ധപ്പെട്ട് അമേരിക്ക ആക്രമണം ഉണ്ടായതിന് പിന്നാലെയാണ് അമേരിക്കൻ എയർബേസുകളിലേക്ക് ഇറാൻ ആക്രമിച്ചത്. അന്ന് ഒരൊറ്റ ആണവ ബേസിൽ മാത്രം നേരെ ആക്രമണം ഉണ്ടായപ്പോൾ തന്നെ വലിയ രീതിയിൽ റിട്ടാലിയേറ്റ് ചെയ്ത രാജ്യം കൂടിയാണ് ഇറാൻ. എന്നാൽ ഇന്ന് 2ഉം 3ഉം ആണവ നിലയങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായെന്ന രീതിയിൽ ഇറാൻ തന്നെ വാർത്തകൾ സ്ഥിരീകരിക്കുമ്പോൾ യുദ്ധത്തിന്റെ വ്യാപ്തി അത് ഏറുമെന്ന കാര്യത്തിൽ ഒരു ആശങ്ക നമുക്ക് വരുന്നുണ്ട്. കാരണം ആണവ വികിരണമൊക്കെ സംഭവിച്ചാൽ നമ്മൾ കരുതുന്ന അപ്പുറത്തേക്കുള്ള വിനാശത്തിലെ കാര്യങ്ങൾ നീങ്ങും. അത് ഇറാനെ കൊണ്ട് കടുങ്കയിലേക്കൊക്കെ കടപ്പിക്കുമോ, അല്ലെങ്കിൽ അതിന്റെ അങ്ങേ അറ്റത്തേക്ക് ആണവ വികിരണം സംഭവിച്ചാൽ ആ രാജ്യത്തിന് നാശമുണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ അവരുടെ എക്സ്ട്രീം എൻഡിലേക്ക് ആ രാജ്യത്തെ ജനങ്ങൾ അത്രത്തോളം ദുസ്സഹമായ അവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ ഏത് രീതിയിലേക്കുള്ള തിരിച്ചടിയിലേക്ക് ഇറാൻ ഇനി നീങ്ങുമെന്ന കാര്യത്തിൽ നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ അമേരിക്കയും ഇസ്രായേൽ ഈ ആണവ നിലയവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ആക്രമണങ്ങൾ വ്യക്തത വരുത്തുന്നില്ലെങ്കിലും ഇറാൻ ഇപ്പോൾ സാറ്റലൈറ്റ് ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടുകൊണ്ട് അവരുടെ ആണവ നിലയത്തിലേക്ക് അടക്കം പ്രഹരമേൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ചറി അത് ഇതിനും അപ്പുറം അതിന്റെ മാക്സിമം എക്സ്റ്റൻഡിലേക്ക് പോയേക്കുമെന്ന രീതിയിലുള്ള സൂചനകൾ കൂടി ഇറാൻ നൽകുന്നു. അതേസമയം തന്നെയാണ് റമാത്ത് ഡേവിഡ് എയർബേസ് അടക്കമുള്ള ഇസ്രയേൽ ഇടങ്ങളിൽ ആക്രമണം നടത്തുന്നത്. പ്രത്യേകിച്ച് ഇന്ന് പ്രധാനമായും ഇസ്രയേൽ ആക്രമണം ഉണ്ടായിരുന്നതെല്ലാം ലെബനൻ മേഖലയിൽ നിന്നാണ്, ഹിസ്ബുള്ള കമാൻഡുകളിൽ നിന്നാണ് ആക്രമണം ഉണ്ടായത്. അതിന് പുറമെ ഇറാനും ഇസ്രയേലിലേക്ക് സമാനമായ രീതിയിൽ ഇന്നും ഒരു വലിയ റിട്ടാലിയേഷനിലേക്ക് ഒരുങ്ങുന്ന വാർത്ത കൂടി വരുന്നുണ്ട്. അശ്വി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.